ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗറില്ല സമരം നടത്തിയ നേതാവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, താന്തിയോ തോപ്പി. രണ്ടാമത്തെ ചോദ്യം, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പട്ടണം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമേത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ്. ഇനി നാലാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ, ജനീവ. 5, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3, 2, 1, 4 എന്നിങ്ങനെ. നോക്കാം. 3 ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേദ സത്യാഗ്രഹം 1918, നിസ്സഹകരണ പ്രസ്ഥാനം 1922, പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഇനി ആറാമത്തെ ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി 7, ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഇത് ശരിയായ ഉത്തരമാണ്. പിന്നെ രണ്ടാമത്തേത്, സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഇതും ശരിയായ ഉത്തരമാണ്. ഇനി അടുത്തത് 8ാമത്തേത്, തിരമാലകൾ എന്നാൽ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3. അപ്പോൾ തിരമാലകൾ എന്നാൽ ജലത്തിൻ്റെ ചലനമാണ്. പിന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. അപ്പോൾ ഇവയാണ് തിരമാലകൾ. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1. അപ്പോൾ ഇതാണ് തെറ്റായ സൂചന. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. ഇത് നേരെ തിരിച്ചാണ്. നമുക്കറിയാം, കിഴക്കൻ തീരസമതലമാണ് വീതി കൂടുതൽ. ഇനി ബാക്കി 2, 3 പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഇനി 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2 ആൻഡ് 4. ഇവയാണ് എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ. അപ്പം നമുക്കൊന്ന് വായിച്ച് നോക്കാം. മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. അപ്പോൾ ഇവയാണ് എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ് ഡാഷ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2. അപ്പോൾ പുക താഴ്വര, മണികരൻ താഴ്വര ഇവ ഇന്ത്യയുടെ പ്രധാന ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. പുക താഴ്വര, മണികരൻ. ഇനി 12, 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ഉത്തരം വരുന്നത് മിഷോങ് ആണ്. സി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി 13, ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, പുറം പണിക്കരാർ. 14, GST നിലയിൽ വന്നതെന്ന്? ജൂലൈ 2017. 15, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ 14ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, 13ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന് ഏതാണെന്ന്? അത് നമ്മൾ 11ാം ക്ലാസ്സിൽ എക്കണോമിക്സിൽ നിന്നും എടുത്തതാണ്. ഇനി 15, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. അപ്പോൾ
ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം 1970-ൻ്റെ പകുതി മുതൽ 1980-ൻ്റെ പകുതി വരെയാണ്. അപ്പോൾ ഇവയൊക്കെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നതാണ് ഉത്തരം. തന്നിരിക്കുന്ന മൂന്നും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇനി 16-ാമത്തേത്, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ്. ഘടനാപരമായ പരിഷ്കരണ നിയമങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഇവ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഈ +1 +2 ക്ലാസ്സുകളിലെ എക്കണോമിക്സിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ സാമ്പത്തിക പ്രസ്താവനകളുമായി ശരിയായ A, B, D എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പൗസ് ചെയ്ത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഇനി 17-ാമത്തെ ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, പിന്നെ നിരീക്ഷണവും വിലയിരുത്തലും. അപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തിൽ നിന്നും PSC ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി 18-ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലയിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 28 ഓഗസ്റ്റ് 2014. 19, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. പിന്നെ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇവ രണ്ടും തെറ്റാണ്. നമുക്കറിയാം മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടതിൽ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇവയെല്ലാം ഇവ 3, 4ഉം ശരിയായ പ്രസ്താവനകളുമാണ്. ഇനി 20, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ഇതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 248. ഇനി 21, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ഇവ ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അപ്പോൾ ഇവ രണ്ടുമാണ് ശരിയായത്. ഇനി 22-ാമത്തെ ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഇതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ്. കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ്. ഇനി 23, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ 73-ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74-ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി 24-ാമത്തെ ചോദ്യം, ഇതിൻ്റെ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ബിയുമാണ് ശരിയായ പ്രസ്താവനകൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി 25-ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിത. ഇവയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി 26-ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 358. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. 27, നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ഇതിനുത്തരം മനോജ് സോണി. ഇനി 28, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം. ഇതിൻ്റെ ഉത്തരം 28ൻ്റെ ഉത്തരം ഡി ആണ്. ഇതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്.
ഇനി 29ാമത്തെ ചോദ്യം, കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരി 9 എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ്. കാരണം പഞ്ചായത്ത് രാജ് ദിനം ദേശീയ തലത്തിലാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ മനസ്സിലാക്കാം. ഇനി 30ാമത്തെ ചോദ്യം, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2008 28ാം നമ്പർ ആക്ട്. 31 കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണെന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈക്കോടതി. ഇനി 32ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോപ്പമിൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3, 4 ഇവയാണ് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പം പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം അത് ശരിയായ പ്രസ്താവനയാണ്. പിന്നെ വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. ഇവ ശരിയായ പ്രസ്താവനകളാണ്. ഇനി 35ാമത്തെ ചോദ്യം, RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? തൈമിൻ. അപ്പോൾ RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസാണ് തൈമിൻ. അത് നമുക്കറിയാം DNA കാണപ്പെടുക. ഇനി 36 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. അപ്പം ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 പ്രകാരം ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചോദിച്ചിരിക്കുന്നത്. 36 എ ആണ് ഇതിൻ്റെ ഉത്തരം, ചെറുതന അഥവാ ആലപ്പുഴ ജില്ലയിലെ ചെറുതന. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, റേഡിയോ തരംഗം. പ്രതലബലത്തിൻ്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. ഉത്തരം ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 11.2 km/s. ഇനി 41 ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 atm. ഇപ്പോൾ 2 atm ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി 42 മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം, 7.4. ഇനി 43ാമത്തെ ചോദ്യം, സ്റ്റൈലൻ സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? ഓപ്ഷൻ എ ആണ്, നിക്കൽ. 44 വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം. ഇനി 45 ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ സി, കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ഉത്തരം ഓപ്ഷൻ ഡി, കുമാരനാശാൻ. 49 മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ. ആരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ എ ആണ്, വള്ളത്തോൾ. 50 അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, H9N2. 51 കണക്കാണ്. 51 മുതൽ
നമുക്ക് ഉത്തരം നോക്കി പോകാം. 51ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 52ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 53 ഓപ്ഷൻ സി ആണ്. 54 ഓപ്ഷൻ ഡി ആണ്. 55 ഓപ്ഷൻ സി ആണ്. 56 ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ എ. 58 ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ സി. ഇനി 61 ഇംഗ്ലീഷ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ ജെറൻഡ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. ഇതാണ് ജെറൻഡ് വരുന്ന സെൻറ്റൻസ്. ഇനി 62 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബട്ട് വി മാനേജ്ഡ് ടു ഗെറ്റ് ദി റൂം അക്രോസ് ദി ഹാൾ ഫ്രം ഇറ്റ്. ഇനി 63 ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. As soon as he came, he made sure that everything was all right. Change into a negative sentence without changing its meaning. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. No sooner did he come than he made sure that everything was all right. ഇനി 64 ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക. ഹാർഡ് വുഡ്. ഇഫ് ജെയിംസ് ഹാഡ് എനഫ് മണി he would buy a new car next year. 64ാമത്തിൻ്റെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 65 he was absent. ഓപ്ഷൻ എ ആണ് ഉത്തരം. because he was sick. ഇനി 66 choose the correct meaning of the foreign words and phrases. ഇതൊരു ഈ ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ്, കാരണം ഇതിൽ ഫോറിൻ വേർഡ് തന്നിട്ടില്ല. ഇനി അടുത്തത് 67 ചൂസ് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേൾഡ്. 67ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 68 ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൻ ദി വൈൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. 69 ദേ സെയ്ഡ് ലെറ്റ്സ് കം ഇൻ. 69ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ. ഇനി 70 എ സ്പീച്ച് മെയ്ഡ് ബൈ സം വൺ ഫോർ ദി ഫസ്റ്റ് ടൈം. ഉത്തരം ഓപ്ഷൻ എ ആണ്. മെയ്ഡൻ സ്പീച്ച്. ഇനി 71 ശരിയായ പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രയോഗങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. 10 തെങ്ങ്, ഇത് ശരിയായ പ്രയോഗമാണ്. 100 പുസ്തകം ശരിയായ പ്രയോഗമാണ്. അപ്പോൾ തെങ്ങുകൾ പുസ്തകങ്ങൾ അങ്ങനെ പറയില്ല. ഇനി 72 നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. 72ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നേത്രി. അപ്പോൾ നേത്രിയാണ് നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ഇനി 73 മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. അപ്പം തൈജസ കീടം, ഖദോദ്യം ഇവ മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ്. മിന്നാമിനുങ്ങിൻ്റെയൊക്കെ ഒരു പവറ്. ഇനി 74 ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. 74 എ ആണ്. 1 മാത്രം ശരിയാണ്. അപ്പോൾ വഞ്ചകൻ എന്നതാണ് ഭടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി 75 ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. 75 ബി. ഉത്തരം വരുന്നത് ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പം അർത്ഥം പിന്നെ 2 വിത്തം ഇവ രണ്ടും ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. ഇനി 76 ശരിയായ വാക്കുകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയാണ്. ഇപ്പോൾ രക്ഷാകർത്താവ്, ഹാർദം ഇവ രണ്ടും ശരിയായ വാക്കുകളാണ്.
ഇനി 77 ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം ശരിയാണ്. 77 അഴകിയ രാവണൻ. ഇതാണ് ഇതിൻ്റെ ഉചിതമായ തർജ്ജമ. ഇനി 78 കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. ഇപ്പോൾ കഥാസാരം എന്നാണ് കഥയുടെ പ്രധാനമായ അംശത്തിൻ്റെ ഒറ്റപ്പദം. ഇനി 79 പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയാണ്. ഇപ്പോൾ പിൽക്കാലം പിൻ പ്ലസ് കാലം, ഇനി 3 കൺ പ്ലസ് നീര്, ഇങ്ങനെയാണ് പിരിച്ചെഴുതുക. ഇനി 80 അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം ശരിയാണ്. ഇപ്പോൾ ഉള്ളിൽ വിരോധവും പുറമെ സ്നേഹവും. ഇനി 81 താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തർപ്രദേശ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബോർഡിലോൺ. ഇത് ഈ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആഞ്ഞിലി. ഇനി അടുത്തത് ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ എ WWF. 86 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭോപ്പാൽ. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്. താഴെ പറയുന്നതിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. വയനാട്. ഇനി 89 താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലയിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാസർഗോഡ്. 93 ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചെന്നൈ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. ഇവയാണ് ശരിയായ പ്രസ്താവന. ഇനി 95 സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. മുഖ്യമന്ത്രി. അപ്പോൾ സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. തടി ഇതര വനോൽപ്പന്നങ്ങൾ. പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1992. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 65. അപ്പോൾ IT നിയമത്തിലെ സെക്ഷൻ 65 പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം. സെക്ഷൻ 65. ജോയിൻ്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 66. അപ്പോൾ ഹാക്കിങ്, പാസ്വേഡ് മാറ്റുക, ഇതൊക്കെ നമുക്കറിയാം സെക്ഷൻ 66 വരിക. +2 ആണ് ഈ ഒരു തസ്തികതയുടെ യോഗ്യത എന്ന് പറയുന്നത്.
ഈ ഒരു ചോദ്യങ്ങൾ ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അപ്പോൾ അധിക ചോദ്യങ്ങളും പ്ലസ് ടു പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളതും. ഇങ്ങനെ നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു 50 to 55 വരാൻ നല്ല സാധ്യത കാണുന്നുണ്ട്.